മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ ഭരണകൂടം നേരത്തെ അവകാശപ്പെട്ടതിനേക്കാൾ ഗുരുതരമാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെടുത്തൽ. യുദ്ധം തുടങ്ങിയത് മുതൽ 15 US സൈനിക സൈറ്റുകളിലായി കുറഞ്ഞത് 228 നിർമ്മിതികളും ഉപകരണങ്ങളും തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഹങ്കറുകൾ, ബാരക്കുകൾ, ഇന്ധന ഡിപ്പോകൾ, വിമാനങ്ങൾ, നിർണായക റഡാർ വാർത്താവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ബഹ്റൈനിലും കുവൈറ്റിലും പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. യുദ്ധം ആരംഭിച്ച ശേഷം മിഡിൽ ഈസ്റ്റിലുടനീളം നടന്ന ഇറാനിയൻ ആക്രമണങ്ങളിൽ 7 US സർവീസ് അംഗങ്ങൾ കൊല്ലപ്പെട്ടു. 400-ലധികം സൈനികർക്ക് പരിക്കേറ്റു. ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ട സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റ് പരിശോധിക്കുകയും യൂറോപ്യൻ യൂണിയന്റെ പ്ലാന്റ് ലാബ്സിന്റെയും ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് അവ ആധികാരികമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സൈറ്റ്, ബഹ്റൈനിലെ US നേവിയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തുള്ള സാറ്റലൈറ്റ് ഡിഷ്, കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂറിങ്ങിലെ പവർ പ്ലാന്റ് എന്നിവ ആക്രമിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. ജോർദാനിലും UAEയിലുമുള്ള താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നു. ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ അതീവ കൃത്യതയുള്ളതായിരുന്നുവെന്നും യാദർച്ഛികമായി വീണ മിസൈലുകളൊന്നും തന്നെ ഇല്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആധുനിക ഡ്രോൺ യുദ്ധമുറകളോട് പൊരുത്തപ്പെടുന്നതിൽ അമേരിക്കൻ സൈന്യത്തിന് സംഭവിച്ച പിഴവുകളും ചില താവളങ്ങളിലെ സുരക്ഷാക്കുറവുമാണ് നാശനഷ്ടങ്ങൾ ഇത്രയുമധികം വർദ്ധിക്കാൻ കാരണമെന്നും അവർ വിലയിരുത്തുന്നു. വാർത്തകൾ പുറത്തുവരുന്നത് നിയന്ത്രിക്കാൻ US സർക്കാർ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ കപ്പൽ ഉപരോധം ആഗോള വ്യാപാര മേഖലയെ സ്തംഭിപ്പിക്കുന്നു. നിലവിൽ ഏകദേശം 1500ഓളം കപ്പലുകളും അവയിലെ 20,000-ഓളം ജീവനക്കാരും ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മേധാവി ആൽസീനിയോ ഡൊമിങ്സ് അറിയിച്ചു. പനാമയിൽ നടന്ന മാരിടൈം കൺവെൻഷൻ ഓഫ് ദി അമേരിക്കാസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നിഷ്കളങ്കരായ നാവികർ അവരുടെ നിയന്ത്രണത്തിന് അതീതമായ രാജ്യങ്ങൾ തമ്മിലുള്ള ഭൂരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും ഡോമിങ്സ് പറഞ്ഞു. ഇതുവരെ നടന്ന 30ഓളം ആക്രമണങ്ങളിലായി 10 നാവികർക്ക് ജീവൻ നഷ്ടമായി. നിരപരാധികളായ ഈ തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി മേഖലയിലേക്ക് കൂടുതൽ കപ്പലുകൾ അയക്കരുതെന്ന് IMO മുന്നറിയിപ്പ് നൽകി. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ച സൈനിക നീക്കമാണ് മേഖലയെ യുദ്ധക്കളമാക്കിയത്. ഇതിന് മറുപടി എന്നോണമാണ് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞത്. ആഗോളതലത്തിൽ ഉപഭോഗം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ 80% കടൽ വഴിയാണ് നീങ്ങുന്നത് എന്നതിനാൽ ഈ ഉപരോധം ലോക സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് മുൻപ് ലോകത്തിലെ ഇന്ധന വാതക നീക്കത്തിന്റെ 5-1 നടന്നിരുന്നത് ഈ പാതയിലൂടെയായിരുന്നു. ഉപരോധം നിലവിൽ വന്നതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില കുത്തനെ ഉയർന്നു. കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാനും പാത തുറക്കാനും ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ പ്രോജക്ട് ഫ്രീഡം എന്ന പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാവികസേന നീക്കം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് അത് താൽക്കാലികമായി നിർത്തിവെച്ചു. സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളിൽ പുരോഗതിയുണ്ടെന്നും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്നുമാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.